ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മിയനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ്. ഖടി പക്കോട, അതിൻ്റെ കൂടെ ജീര റൈസും. ഈ രണ്ട് റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ ഞാനിവിടെ പക്കോട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു അരക്കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്, അതായത് കടലമാവ്. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതിനുശേഷം ചേർക്കുന്നത് പാലക്കിൻ്റെ ഇലയാണ്. ഞാനിവിടെ അരക്കപ്പ് പാലക്കിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അയമോദകമാണ്. അയമോദകം എന്ന് പറഞ്ഞാൽ അജ്വാൻ സീഡ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരിമേത്തിയാണ്. ഇതില്ല, ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതുകൂടെ ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇനിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനൊരു മീഡിയം എരിവാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. വെള്ളം നമ്മൾ ഒന്നിച്ചൊഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ ഇളക്കി നോക്കണം. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ വേണ്ടി. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരണം. അതിനായിട്ട് ഞാനിതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായോ നോക്കി. അപ്പോൾ ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്പൂണിൽ ഇതുപോലെ കോരിയിട്ട് ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം നമ്മൾ മീഡിയം ടു ഹൈയുടെ ഇടയ്ക്ക് വേണം വെക്കാനായിട്ട്. നമ്മൾ തീരെ കുറച്ച് വെച്ചാൽ ഇത് ഒട്ടും തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പക്കോടയിൽ അയമോദകവും അതുപോലെ തന്നെ മല്ലിയില, പാലക്കിൻ്റെ ഇല ഇതൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് ഈ പക്കോടയ്ക്ക്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പക്കോടയെല്ലാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ തന്നെ അത് നല്ല സോഫ്റ്റുമാണ്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ ബാക്കി കടി ഉണ്ടാക്കണമല്ലോ. അതിനായിട്ട് ഒരു ബൗളിൽ ഇതുപോലെ അരക്കപ്പ് ബേസനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ബേസൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ചേർക്കുന്നത് അയമോദകം 1/4 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ചേർക്കുന്നത് തൈരാണ്. തൈര് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ചേർത്ത് നമ്മളിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. അപ്പം നല്ലതായിട്ട് നമ്മൾ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ നല്ലതായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. നമ്മുടെ ആ കടലമാവും അതുപോലെ തന്നെ തൈരും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടണം.
ഇനി അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മൾ ഒട്ടും കട്ടയില്ലാതെ പിന്നെയും ഇതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കട്ടയൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മോര് കാച്ചുന്ന പോലെ കാച്ചിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറവ് മുഴുവനുള്ള മല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് 1 വറ്റൽമുളക് കൂടി ഇതുപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇല്ലേ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഒഴിക്കുന്ന കാണുമ്പം തന്നെ അറിയാം നല്ലൊരു മോരും വെള്ളം പോലെയാണ് ഇപ്പോൾ അതിരിക്കുന്നത്. ഇനി നമ്മളിത് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം. തൈര് ഒഴിച്ചത് കൊണ്ട് ഇത് നമുക്ക് പിരിഞ്ഞൊന്നും പോവില്ല. നല്ലതായിട്ട് തിളച്ച് അതിൻ്റെ ബേസിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോയി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. നമുക്ക് കണ്ട അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി ഇതുപോലെ കുറുകി വരുന്നത് കണ്ട്. ബേസൻ ചേർത്തേക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കത് കുറുകി കിട്ടുന്നത് ഇതുപോലെ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചിരിക്കുന്ന പക്കോടയില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് തിളപ്പിക്കാം. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് താളിക്കണം. അതിനായിട്ട് ഇതിന് ഉപയോഗിക്കേണ്ടത് നമ്മൾ നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് വറ്റൽമുളക്. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ കടി പക്കോട റെഡിയായിരിക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിന് കോമ്പിനേഷനായിട്ട് ജീര റൈസാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൈസ് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ബസുമതി റൈസ് ലോങ് റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ജീര റൈസിന് ലോങ് റൈസാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് വെള്ളം ഊറ്റി റെഡിയാക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നെ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2-3 ഗ്രാമ്പൂ, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണ് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജീര റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റൈസാണ് ജീര റൈസ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പക്കോട കടിയും കൂടെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇറച്ചി മീനും ഒക്കെ കൂട്ടി മടുക്കുമ്പോൾ
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.